മോനെ അപ്പോൾ നമ്മളെ പ്രീമിയം കമ്മ്യൂണിറ്റിയായ കമ്മ്യൂണിറ്റി 3.0 നിങ്ങൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാർ അവിടെ സംസാരിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളും ഇങ്ങനെ തലയും സ്ക്രാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു കംപ്ലീറ്റ് ഓൺ ബോർഡിങ് ഗൈഡ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമ്മളുടെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക, എങ്ങനെ ഇതിൻ്റെ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് നിങ്ങൾക്ക് കിട്ടും, ആൻഡ് കോഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ. നമ്മളെ കോഴ്സ് ഉണ്ട്, അതായത് നിങ്ങൾക്കൊരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷിൽ മേക്ക് ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ തൊട്ടിട്ടൊരു നല്ല കോൺഫിഡൻറ്റ് ഡീസൻറ്റ് സ്പീക്കർ ആക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ്, പ്രാക്ടീസ് സോണ്, ആൻഡ് ഫൈനലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റിയൽ പീപ്പിൾ, റിയൽ കോൺവെർസേഷൻസ് ഇവിടെ നടക്കും. അതുപോലെ തന്നെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇപ്പം നമ്മൾ തട്ടിക്കളയും. അപ്പോൾ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. സോ എങ്ങനെ ഇതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് കിട്ടാമെന്നുള്ള കാര്യങ്ങൾ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു 7 ഗ്രൂപ്പ്സ് കാണാൻ പറ്റും. സ്റ്റാർട്ട് ഹിയർ ഓർ ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. ഇൻ്റർവ്യൂ ടോക്സ്, ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സ്. ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലേ? ഇത് അത്ര കൺഫ്യൂസിങ് ഉള്ള പരിപാടിയല്ലടാ, സിമ്പിൾ പരിപാടിയാണ്. ബേസിക്കലി നമ്മളെ കമ്മ്യൂണിറ്റി ഉള്ളത് 2 ടൈപ്പ് യൂസേഴ്സാണ്, 4 അല്ല 2 ടൈപ്പ് യൂസേഴ്സ്. ഒന്നെന്ന് പറയുന്നത് ബിഗിനർ യൂസേഴ്സ് ആയിരിക്കും, അതർ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സ് ആയിരിക്കും. അഡ്വാൻസ്ഡ് യൂസേഴ്സ് നമുക്കില്ല. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് യൂസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു എൻവയൺമെൻറ്റ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് കയറിപ്പോയിക്കോളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറാം, ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യുക. അതിൽ ഇംഗ്ലീഷ് മാത്രം ആൾക്കാർ പറയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ടോക്ക്, ബഡി ടോക്ക്. അതിൽ കയറാൻ സംസാരിക്കുക. പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ചാലഞ്ച് കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടോക്സ്, കുറേ ആൾക്കാർ വരുന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ടോക്സ്. ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരു 2-3 ആൾക്കാർ ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നടത്താം. ഞാൻ ഇൻ്റർവ്യൂറായിട്ട് ആക്ട് ചെയ്യുന്നു, മറ്റവന് ഇൻ്റർവ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് നടത്താം, റോൾ പ്ലേസ് നടത്താം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ വല്ല ഹയറിങ്ങോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാം, ആൻഡ് ഗ്രോ ടുഗെദർ എന്നുള്ള പർപ്പസിലാണ് ആ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് എഗെയിൻ നമ്മുടെ മേജർ എംഫസൈസ് വന്നിട്ടുള്ളത് ബിഗിനർ ഓഡിയൻസിനാണ്. ബിഗിനർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനിൽ കുറേ ഡൗട്ടുള്ളവർ, അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അവർക്ക് നമ്മൾ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ചാണ് ഫസ്റ്റ് നടക്കുക. അതിൽ നിങ്ങളെ ഫൗണ്ടേഷൻ മൊത്തം നമ്മൾ സെറ്റാക്കും. ഓക്കെ, ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കോഴ്സ് അത്ര അടിപൊളി കോഴ്സാണ്. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂസ് പോയി ചെക്ക് ചെയ്താൽ മതി. അത്ര വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സ്, സിമ്പിൾ ആയിട്ടുള്ള കോഴ്സ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സാണ്. ഓക്കെ, അപ്പോൾ ആ കോഴ്സും അതിൻ്റെ ആക്ടിവിറ്റീസും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ട്യൂട്ടോറിയൽസും ഒക്കെ വരുന്നൊരു ഗ്രൂപ്പാണ് ബിഗിനേഴ്സ് ചാലഞ്ച്. ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ 21 ഡേയ്സിൻ്റെ ഒരു ചാലഞ്ച് ആയിരിക്കും. നിങ്ങൾ ആ ചാലഞ്ച് ഏറ്റെടുക്കുക. അതിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കോഴ്സ്, ഗൈഡൻസ്, പ്രാക്ടീസ്, ലൈവ് എല്ലാതും അവിടെ നടക്കും. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് മന്ത് May 1 ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റി, ഈ ചാലഞ്ചും ആക്ടിവിറ്റീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് May 1 അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരായിട്ടൊരു കോൺവോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2-3 ദിവസം നിങ്ങൾക്ക് കിട്ടാൻ നേക്കുന്നത്. നിങ്ങൾ അവിടെ കംഫർട്ടബിൾ ആവുക, നിങ്ങൾ ഐസ് ബ്രേക്കർ നടത്തുക, ബാക്കിയുള്ളവരായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ബിഗിനേഴ്സ് ചാലഞ്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ചാലഞ്ചിൽ പോയിട്ട് കോഴ്സ് കാണുന്നു, നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കുന്നു. ആ സെൻറ്റൻസിൽ ആ കോഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വന്നിട്ട് ചോദിക്കുക. ഇവിടെ ഞാനോ അഡ്മിൻസോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ബിഗിനേഴ്സ് ചാലഞ്ച് കണ്ടിട്ട് ആ കോഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വന്നിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ കോഴ്സിൽ ഓരോ വീഡിയോയിലും, ഓരോ ഡെയിലി ലെസൺസിലും, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഓരോ വീഡിയോസ് വരിക. അപ്പോൾ ഓരോ വീഡിയോസിൻ്റെ കൂടെയും എന്തുണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പബ്ലിക്കലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈക്കോളജിക്കലി നിങ്ങളുടെ പേടി മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് സോൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് വരും. മേ ബി അത് റെക്കോർഡ് ചെയ്തിടാനുള്ളതാവാം, എഴുതിയിടാനുള്ളതാവാം. അപ്പോൾ എന്താണോ ആ കോഴ്സിൽ പറയുന്നത് ആ ആക്ടിവിറ്റി നിങ്ങൾ ഇവിടെ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് നോക്കുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി തരുകയും ചെയ്യും. ബാക്കിയുള്ളവരും നമ്മൾ അഡ്മിൻസും ഒക്കെ ഇത് ചെയ്യാം, ഈ സെയിം ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റണ്ണായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവും. ആൾക്കാർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പറയാൻ പോകുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ശരിയാണ്, നിങ്ങൾ പറയാൻ പോകുന്നത് ശരിയാണെന്ന് ഇത്ര ഭാഗം
മൊത്തത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നിങ്ങൾ ബഡി ടോക്സിൽ പോവുക, ആൾക്കാരായിട്ട് സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങുക. ബഡി ടോക്സിൽ നിന്ന് സംസാരിച്ച് കോൺഫിഡൻസ് ആയി നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇംഗ്ലീഷിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എത്തുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ടോക്സിൽ പോവുക, ബഡി ടോക്ക് ഫോർ ഇൻ്റർമീഡിയറ്റ്സിൽ പോവുക, സംസാരിച്ച് അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി എന്താണ് നടക്കുന്നത്? ബിഗിനേഴ്സ് കോഴ്സിൽ നിന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, അത് പ്രാക്ടീസ് സോണിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു, ആ പ്രാക്ടീസ് ചെയ്ത സാധനം പിന്നീട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ബഡി ടോക്കിൽ വന്ന് റിയൽ കോൺവെർസേഷൻ റിയൽ പീപ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, പിന്നീട് അതങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിനെയും നല്ലൊരു സിസ്റ്റം നിങ്ങൾക്ക് വേറെ ഏതൊരു പ്രീമിയം കോഴ്സ് നോക്കിക്കഴിഞ്ഞാലും കിട്ടില്ല. സോ അങ്ങനെയാണ് നമ്മളുടെ കോഴ്സ് മൊത്തത്തിൽ വർക്കാവുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബഡി ടോക്കും ഇൻ്റർമീഡിയറ്റ് ടോക്കിനൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ടോക്കിൽ എങ്ങനെയാണ് കോൺവെർസേഷൻസ് നടക്കുക എന്ന് ചിലവർക്ക് എങ്ങനെ ഡൗട്ട് ഉണ്ടാവും. അത് സിമ്പിളാണ്. ഓൾമോസ്റ്റ് 24/7 അവിടെ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രൂപ്പിൻ്റെ അടിയിൽ വാണ്ട്സ് ടു ടോക്ക് എന്നുണ്ടാവും. ആ വാണ്ട്സ് ടു ടോക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ആ ജോയിൻ നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഉണ്ടാവും, അവരായിട്ട് സംസാരിക്കാം, നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കാൻ നോക്കാം. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കോൺവെർസേഷനിൽ കയറാം. ഇനി സപ്പോസ് കോൺവെർസേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇനീഷ്യേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നമ്മളുടെ ഗ്രൂപ്പിലേക്ക് വരാം, ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ മേലേക്കൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, അവിടെ ബട്ടൺ ഉണ്ടാവും, ഹായ് എന്ന് പറഞ്ഞിട്ടായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ചെയ്യാം. ബിഗിനേഴ്സ് ചാലഞ്ച് ഒഴിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷനിൽ വന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാം. പ്രാക്ടീസ് സോണിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് സോണിൽ വന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാം. മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത് ബഡി ടോക്സിലാണ് ഈ ടോക്സ് മേജറായിട്ട് നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബഡി ടോക്സ് ഫോർ ബിഗിനേഴ്സിൽ കുറച്ചൊക്കെ മലയാളം മിക്സ് ചെയ്യുക. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ കീപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കോൺവെർസേഷൻ നടക്കുക. അതിന് കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഇപ്പം നിങ്ങൾ ആ കോൺവെർസേഷനിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഐസ് ബ്രേക്കർ ഇട്ടിട്ട്, അതായത് നിങ്ങളുടെ പേടി കളഞ്ഞിട്ട് എന്തെങ്കിലും കയറി ഹായ് ബൈ എന്നെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കാഷ്വൽ ആയിരിക്കും. ഭയങ്കര ഫോർമൽ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ബാക്കിയുള്ളവരായിട്ട് സിങ്ക് ആവാൻ പറ്റില്ല. അപ്പോൾ കാഷ്വൽ ആയിട്ട്, ഫ്രണ്ട്ലി ആയിട്ട്, ഒരു എംപത്തറ്റിക് ആയിട്ട്, റിയൽ ആയിട്ട് നിങ്ങൾ എന്താണോ അത് തന്നെ ഇവിടെ എക്സ്പ്രസ് ചെയ്താൽ മതി. നിങ്ങൾ സൂപ്പറാണെന്നൊന്നും ഒരിക്കലും ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്കിത് ഒരു മെസ്സപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കാനുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണോ അതായിട്ട് തന്നെ നിങ്ങൾ ആക്ട് ചെയ്യുക. പിന്നെ എക്സ്ട്രോവേർട്ട് ആവാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. നിങ്ങൾ പുഷ് ചെയ്യുക. ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്നുള്ള ലെവലിൽ പുഷ് ചെയ്യുക, എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യുക. നിങ്ങൾ തന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അറിയും, എല്ലാവർക്കും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അവിടെ അത് നിങ്ങളെ തന്നെ പുഷ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് ആക്കുക. പിന്നെ എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ചറപറ കയറണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഒരു ഫോളോ ഏതാണോ, നിങ്ങൾ ബിഗിനർ ആണോ ഇൻ്റർമീഡിയറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ആ പാത്തൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇനി ക്വിക്കായിട്ട് വേറൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈനാണ്. കോഴ്സിൻ്റെ ഔട്ട്ലൈൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ബേസിക്കലി ഫൗണ്ടേഷൻ നാച്ചുറാലിറ്റി ഫ്ലുവൻസി പ്രോഗ്രാമാണ്. വളരെ അടിപൊളി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ അറിയും. ആൻഡ് ഫൈനലി നമ്മളുടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗൈഡ് ലൈൻസും ഞാൻ ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഗൈഡ് ലൈൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഇതൊന്നും തെറ്റിയാതിരിക്കുക. നിങ്ങൾ നല്ല ഡീസൻ്റായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഇതൊന്നും തെറ്റില്ല. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്നും വിചാരിക്കരുത്, നമുക്കൊന്ന് കിക്ക് ഔട്ട് ചെയ്ത് കളയേണ്ടി വരും. അത് ഈ കമ്മ്യൂണിറ്റി നിലനിന്ന് പോകില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.